നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റോമൻ ന്യൂമറൽസ് സ്റ്റാർട്ട് ചെയ്തു. റോമൻ ന്യൂമറൽസ് മീൻസ് നമ്പേഴ്സ് developed by Romans. They used a different way to express numbers. They used English alphabets to represent numbers. One specialty of Roman numerals is they did not have zero. Roman numerals zero express ചെയ്യാൻ letters ഒന്നുമില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 10 നമ്മൾ x എന്ന് പറയും, 50 L, 100 C, 500 D, 1000 M. ഇതിന് ഓരോ നമ്പേഴ്സിനും ഓരോ ലെറ്റർ ഉണ്ട് എന്നല്ലാതെ റോമൻ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതലാണ്. 0 എന്നുള്ള ഡിജിറ്റിന് റോമൻ നമ്പേഴ്സിൽ സ്പെഷ്യൽ ആയിട്ട് ലെറ്റേഴ്സ് ഒന്നും ഇല്ല എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി. ഇനി റോമൻ ന്യൂമറൽസ് എഴുതുന്ന സമയത്ത് നമുക്ക് കുറെ റൂൾസ് ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് റിപ്പീറ്റേഷൻ ഓഫ് എ റോമൻ സിമ്പിൾ ഇംപ്ലൈസ് ദ അഡീഷൻ ഓഫ് ഇറ്റ്സ് വാല്യൂ ആസ് മെനി ടൈംസ് ആസ് ഇറ്റ് ഒക്കേഴ്സ്. റോമൻ ന്യൂമറൽസിൽ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് എത്ര തവണയാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത്രയും തവണ അത് അതിന്റെ വാല്യൂ ആഡ് ചെയ്യുന്നുള്ള മീനിങ് ആണ് റോമൻ ന്യൂമറൽസിൽ വരുന്നത്. എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു അത്രയും തവണ അതിന്റെ വാല്യൂ ആഡ് ചെയ്യുന്നു. Then only I, X, C, M can be repeated. 7 letters are used to express numbers. From that, only I, X, C, M can be repeated. I, X, C, M ഈ 4 ലെറ്റേഴ്സ് മാത്രമേ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. V, L, D are never repeated. V യും L ഉം D യും ഒരിക്കലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതില്ല റോമൻ നമ്പർ. No symbol can be repeated more than 3 times. റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാന്നല്ല. We can repeat only up to 3 times. ഏത് സിമ്പിൾ ആണെങ്കിലും നമുക്ക് 3 തവണ മാത്രമേ മാക്സിമം റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന റിപ്പീറ്റേഷനാ വരുന്നത്. ഇപ്പൊ 39 എന്നുള്ള നമ്പറില് x 1x എന്ന് വരും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെ 4 തവണ x വരുന്നില്ലേ ചോദിക്കും. അത് കുഴപ്പമില്ല. കാരണം എന്താ, x എന്നുള്ളത് നമ്മൾ 3 തവണ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൂ. x 13 എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി. 1x എന്ന് പറയുന്നത് 9 റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ആണ്. മനസ്സിലായോ? 39 നമ്മള് x 1x എന്ന് എഴുതാം അല്ലെ? ഇവിടെ നമ്മൾ ഫസ്റ്റ് റൂളിൽ പറഞ്ഞിട്ട് നോ സിമ്പിൾ ക്യാൻ ബി റിപ്പീറ്റഡ് മോർ ദാൻ 3 ടൈംസ്. 3 തവണയിൽ കൂടുതൽ സിമ്പിൾസ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് 39 എന്ന് പറയുന്ന നമ്പറിൽ 4 തവണ x വരുന്നുണ്ടല്ലോ. അവിടെ പക്ഷേ 3 തവണ മാത്രമേ കണ്ടിന്യൂസ് റിപ്പീറ്റേഷൻ വരുന്നുള്ളൂ. x അത് കഴിഞ്ഞിട്ട് വരുന്ന x 9ന്റെ ഒരു പാർട്ടാണ് 1x അല്ലെ? 13 റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ 3 തവണ x എന്ന് എഴുതി, അതിന്റെ കൂടെ 9 എന്നുള്ളതിന്റെ സിമ്പിൾ ix എന്നും കൂടി എഴുതി. അങ്ങനെയാണ് 4x വരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റൂൾ, റിപ്പീറ്റേഷൻ ഓഫ് എ റോമൻ സിമ്പിൾ ഇംപ്ലൈസ് ദ അഡീഷൻ ഓഫ് ഇറ്റ്സ് വാല്യൂ as many times as it occurs. ആ ഫസ്റ്റ് റൂൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച എല്ലാവരും ടെക്സ്റ്റില് പേജ് നമ്പർ 22 പേജ് നമ്പർ 22 റൂൾ 1 ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. അതിനുശേഷം പേജ് നമ്പർ 22 നോട്ട് എന്ന് പറഞ്ഞിട്ട് 3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആ 3 കൂടി അണ്ടർലൈൻ ചെയ്ത് വെച്ചു. നോട്ട് 1, only I, X, C, M can be repeated. Note 2, V, L and D are never repeated. Note 3, no symbol can be repeated more than 3 times. So first rule എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായോ?
Okay, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Second rule, a smaller Roman numeral placed to the right of a larger Roman numeral is always added to the larger Roman numeral. ഒന്നുകൂടി വായിക്കാം. വായിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തു വെച്ചോ. A smaller Roman numeral placed to the right of a larger Roman numeral is always added to the larger Roman numeral. Smaller value ഉള്ള ഒരു സിമ്പൽ ലാർജർ വാല്യൂ ഉള്ള ഒരു സിമ്പലിന്റെ റൈറ്റ് സൈഡിലാണ് എഴുതിയിട്ടിരിക്കുന്നതെങ്കിൽ that means their value is added. Smaller value ഉള്ള സിമ്പൽ ലാർജർ വാല്യൂ ഉള്ള സിമ്പലിന്റെ റൈറ്റ് സൈഡിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ the value is added. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ, vi, v ന്റെ വാല്യൂ 5, i ന്റെ വാല്യൂ 1, vi ന്റെ വാല്യൂ 6, 5 plus 1 6. xv, x ന്റെ വാല്യൂ 10, v ന്റെ വാല്യൂ 5. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ xv എന്നുള്ളതിന്റെ വാല്യൂ 50. lxv, l ന്റെ വാല്യൂ 50, x ന്റെ വാല്യൂ 10, 5 ന്റെ വാല്യൂ v ന്റെ വാല്യൂ 5. അപ്പോ lxv means 50 plus 10 plus 5 65. ഇനി ഈ സെക്കൻഡ് റൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് തേർഡ് റൂൾ വരുന്നത്. എന്താ തേർഡ് റൂൾ? A smaller Roman numeral placed to the left of a larger Roman numeral is always subtracted from the larger Roman numeral. സെക്കൻഡ് റൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് തേർഡ് റൂൾ വരുന്നത്. A smaller Roman numeral placed to the left of a larger Roman numeral is always subtracted from the larger Roman numeral. Smaller value ഉള്ള സിമ്പൽ ലാർജർ വാല്യൂ ഉള്ള സിമ്പലിന്റെ ലെഫ്റ്റ് സൈഡിലാണ് എഴുതുന്നതെങ്കിൽ അതിന്റെ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുന്നു. റൈറ്റ് സൈഡിൽ എഴുതുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിൽ എഴുതുമ്പോൾ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുന്നു. അതിന് കുറച്ച് നോട്ട്സ് നോക്കാനുണ്ട്. ആ റൂൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. തേർഡ് റൂൾ, എ സ്മോളർ റോമൻ ന്യൂമറൽ പ്ലേസ്ഡ് ടു ദി ലെഫ്റ്റ് ഓഫ് എ larger Roman numeral is always subtracted from the larger Roman numeral. Then first note, V, L and D are never written to the left of a larger Roman numeral. നമ്മുടെ ഫസ്റ്റ് റൂളിൽ പറഞ്ഞു വി എൽ ഡി ഈ മൂന്ന് ലെറ്റേഴ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഈ വിയും എല്ലും ഡിയും ഈ മൂന്ന് ലെറ്റേഴ്സ് നമ്മൾ ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ എഴുതില്ല. റൈറ്റ് സൈഡിൽ എഴുതുന്നുണ്ട് കുഴപ്പമില്ല, ആഡ് ചെയ്യാൻ കുഴപ്പമില്ല, ബട്ട് വി നെവർ റൈറ്റ് ഇറ്റ് അറ്റ് ദി ലെഫ്റ്റ് സൈഡ്. അതായത് വി എൽ ആൻഡ് ഡി ആർ നെവർ സബ്ട്രാക്റ്റഡ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഓർമ്മിച്ചു വെക്കാൻ വേണ്ടി ഫസ്റ്റ് ടൈം കേൾക്കുന്നവർക്ക്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് വായിച്ച് 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 മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മനസ്സിലാവുള്ളൂ. കുറേ തവണ വായിച്ചാലേ റൂൾസ് മനസ്സിലാവുള്ളൂ. അത് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് തവണ ഇത് റൂൾസ് അണ്ടർലൈൻ ചെയ്ത് വെച്ചത് മനസ്സിലാക്കി വായിക്കുക കേട്ടോ. അതിന്റെ എക്സാമ്പിൾ നോക്കുക. ഓക്കെ, അപ്പൊ എന്താ ഫസ്റ്റ് നോട്ട് പറഞ്ഞത് വിയും എല്ലും ഡിയും ഈ മൂന്ന് ലെറ്റേഴ്സ് നമ്മൾ ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ എഴുതില്ല. ദാറ്റ് മീൻസ് ദീസ് സിംബൽസ് these values are never subtracted. നമ്മൾ ഒരിക്കലും ഈ ലെറ്റേഴ്സ് നമ്മൾ ഒന്നിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് നോട്ട്, I can be subtracted from
V and X only. I എന്ന് പറയുന്ന സിമ്പൽ, that means 1. I എന്ന് പറയുന്ന സിമ്പൽ എപ്പോഴും നമ്മൾ എന്തിൽ നിന്നും മാത്രമേ സബ്ട്രാക്ട് ചെയ്യുന്നുള്ളൂ? വിയിൽ നിന്നും എക്സിൽ നിന്നും. അതായത് 5ൽ നിന്നും 10ൽ നിന്നും മാത്രമേ നമ്മൾ I സബ്ട്രാക്ട് ചെയ്യുന്നുള്ളൂ. 50ൽ നിന്ന് I സബ്ട്രാക്ട് ചെയ്യില്ല. 100ൽ നിന്ന് I സബ്ട്രാക്ട് ചെയ്യില്ല. 500ൽ നിന്ന് I സബ്ട്രാക്ട് ചെയ്യില്ല. I can be subtracted from V and X only. I കഴിഞ്ഞിട്ട് വരുന്ന തൊട്ട് വരുന്ന രണ്ട് സിമ്പിൾസ് ആണ് വിയും എക്സും. ആ രണ്ട് സിമ്പിൾസിൽ നിന്ന് മാത്രമേ I നമ്മൾ സബ്ട്രാക്ട് ചെയ്യുള്ളൂ. ഇനി രണ്ടാമത്തെ സിമ്പിൾ വി നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നില്ല. ലെഫ്റ്റ് സൈഡ് നമ്മൾ ഒരിക്കലും വി എഴുതില്ല. നെക്സ്റ്റ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത് എക്സ്. എക്സ് ഏതിൽ നിന്നൊക്കെയാ സബ്ട്രാക്ട് ചെയ്യുന്നത്? അതിന് തൊട്ടടുത്ത് വരുന്ന രണ്ട് സിമ്പിൾസ്. എക്സിന്റെ തൊട്ടടുത്ത് വരുന്നത് ഏതൊക്കെയാ? എല്ലും സിയും. എക്സിന്റെ തൊട്ടടുത്ത് വരുന്ന എല്ലിൽ നിന്നും സിയിൽ നിന്നും മാത്രമേ എക്സ് സബ്ട്രാക്ട് ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് 50ൽ നിന്നും 100ൽ നിന്നും മാത്രമേ 10 സബ്ട്രാക്ട് ചെയ്യുള്ളൂ. 500ൽ നിന്ന് 10 സബ്ട്രാക്ട് ചെയ്യില്ല. 1000ൽ നിന്നും 10 സബ്ട്രാക്ട് ചെയ്യില്ല. ഓക്കെ, അടുത്തത് എൽ. എല്ല് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നില്ല. തേർഡ് റൂൾ പ്രകാരം എൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതില്ല, നമ്മൾ സബ്ട്രാക്ട് ചെയ്യില്ല. നെക്സ്റ്റ് സി. സി ഏതിൽ നിന്നൊക്കെ സബ്ട്രാക്ട് ചെയ്യുന്നത്? ഡിയിൽ നിന്നും എമ്മിൽ നിന്നും. സി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന രണ്ട് ലെറ്റേഴ്സ് ഡിയും എമ്മും. സി എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ എപ്പോഴും ഡിയിൽ നിന്നും എമ്മിൽ നിന്നും മാത്രമേ സബ്ട്രാക്ട് ചെയ്യൂ. അപ്പൊ ആ മൂന്ന് നോട്ട്സ് ഒന്ന് നോക്കിയേ. I can be subtracted from V and X only. X can be subtracted from L and C only. C can be subtracted from D and M only. അത് മനസ്സിലാവാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ഒന്ന് പറഞ്ഞുതരാം. ഏതൊക്കെയായിരുന്നു സിമ്പിൾസ്? I, V, X, C, D, I, V, X, L, C, D, M. ഇത്രയും ലെറ്റേഴ്സ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്? ആണല്ലോ. അപ്പോ ഇത് നിങ്ങൾ നോട്ടിൽ വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. ഇതിനകത്ത് ഏതൊക്കെയാ നമ്മൾ റിപ്പീറ്റ് ചെയ്യാത്തത്? വി, എൽ, വിയും എല്ലും ഡിയും. വിയും എല്ലും ഡിയും never repeated and never write at the left side. വിയും എല്ലും ഡിയും never repeated and never write at the left side.
ഇനി I can be subtracted from V and X only. I can be subtracted from V and X only. I can be subtracted from V and X only. ഇനി X. Next subtract ചെയ്യാൻ പറ്റുന്നത് X അല്ലേ? X can be subtracted from L and C only. X can be subtracted from X can be subtracted from L and C only. ഇനി next ഏതാ subtract ചെയ്യാൻ പറ്റുന്നത്? C അല്ലേ? C can be subtracted from D and M only. C can be subtracted from D and M only. ഇതൊന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചാല് റൂൾസിന്റെ പകുതി നിങ്ങൾക്ക് മനസ്സിലാവും. I can be subtracted from V and X only. X can be subtracted from L and C only. C can be subtracted from D and M only. എഴുതിയോ? എഴുതി കഴിഞ്ഞില്ലേ?
ഓക്കെ, പെട്ടെന്ന് എഴുതിക്കും കഴിയാത്തവര്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? Third rule, a smaller numeral placed to the left of a larger Roman numeral is always subtracted from the larger Roman numeral. അതിന്റെ 4 നോട്ട്സും പറഞ്ഞിട്ടുണ്ട്. ഇനി നാലാമത്തെ റൂൾ, അതിന്റെ എക്സാമ്പിൾ നോക്കിയില്ലല്ലോ. IV എന്ന് പറയുമ്പോ വിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഐ എഴുതിയിരിക്കുന്നത് അല്ലെ? വിന്റെ വാല്യൂവിനേക്കാളും ചെറുതാണ് ഐന്റെ വാല്യൂ. സോ വാല്യൂസ് ആർ സബ്ട്രാക്റ്റഡ്. 5 - 1 4. നെക്സ്റ്റ് എക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ ഐ എഴുതിയിരിക്കുന്നു. സോ വാല്യൂസ് ആർ സബ്ട്രാക്റ്റഡ്. 10 - 1 9. നെക്സ്റ്റ് XL, നമ്മൾ പറഞ്ഞു എക്സ് എന്ന് പറയുന്നത് എൽ എന്നും സി എന്നും മാത്രമേ സബ്ട്രാക്ട് ചെയ്യുള്ളൂ. സോ XL is equal to 50 - 10 40. XC is equal to 100 - 10 90. നെക്സ്റ്റ് സി എന്ന് പറയുന്നത് ഡി എന്നും എം എന്നും മാത്രമേ നമ്മൾ സബ്ട്രാക്ട് ചെയ്യൂ. CD means 500 - 100 400. CM is equal to 1000 - 100 900. Third rule മനസ്സിലായല്ലോ. Next, fourth one, when a smaller Roman numeral is placed between two larger Roman numerals, then it is subtracted from the larger Roman numeral immediately following it. എന്താ ഫോർത്ത് റൂൾ പറയുന്നേ? ഞാൻ വായിക്കുന്നതിന് കൂടെ തന്നെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തോ. When a smaller Roman numeral is placed between two larger Roman numeral, then it is subtracted from the larger Roman numeral immediately following it. Immediately following എന്ന് പറഞ്ഞാൽ എന്താ? Immediately following, that means അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്നത്. ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് എന്ന് പറഞ്ഞാല് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്നതിനാണ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് എന്ന് പറയുന്നത്. അപ്പോ ഒരു സ്മോളർ റോമൻ ന്യൂമറൽ രണ്ട് ലാർജർ റോമൻ ന്യൂമറലിന്റെ ഇടയിലായിട്ടാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ its value is subtracted from the larger Roman numeral immediately following it. ആ സ്മോളർ ന്യൂമറൽ കഴിഞ്ഞിട്ട് വരുന്ന ലാർജർ റോമൻ ന്യൂമറൽസ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തു. രണ്ട് വലിയ റോമൻ ന്യൂമറൽസിന്റെ ഇടയിൽ ഒരു ചെറിയ സിമ്പൽ വരുന്നുണ്ടെങ്കിൽ ആ ചെറിയ സിമ്പലിന്റെ വാല്യൂ അത് കഴിഞ്ഞിട്ട് വരുന്നതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും. അണ്ടർലൈൻ ചെയ്തോ? അത് അണ്ടർലൈൻ ചെയ്തോ? ഫോർത്ത് റൂൾ, when a smaller Roman numeral is placed between two larger Roman numerals, then it is subtracted from the larger Roman numeral immediately following it. Example ഒന്ന് നോക്കിയേ. XIV. എക്സിന്റെയും വിന്റെയും വാല്യൂവിനേക്കാളും ചെറുതാണ് അതിന്റെ ഇടയിൽ വരുന്ന ഐന്റെ വാല്യൂ. അപ്പോ ഈ XIV എന്നുള്ളതിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എക്സിന്റെ വാല്യൂ 10, പിന്നെ വരുന്ന ഐന്റെ വാല്യൂ 1, വിന്റെ വാല്യൂ 5. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് റൂള് പ്രകാരം സ്മോളർ റോമൻ ന്യൂമറൽസ് റൈറ്റ് സൈഡിൽ വന്നാൽ ആഡ് ചെയ്യല്ലേ വേണ്ടേ അല്ലെ? അപ്പൊ എക്സിനോട് കൂടി ഐ ആഡ് ചെയ്യും 1. ദാറ്റ് ഈസ് റോങ്. അങ്ങനെയല്ല ചെയ്യണ്ടേ. ഇവിടെ ഐന്റെ വാല്യൂ കഴിഞ്ഞിട്ട് അതിനേക്കാളും വലിയൊരു വാല്യൂ വരുന്നുണ്ട്.
അതായത് ചെറിയ സിമ്പൽ രണ്ട് വലിയ സിമ്പലിന്റെ ഇടയിലായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോ ഈ ചെറിയ സിമ്പലിന്റെ വാല്യൂ ലാസ്റ്റ് വരുന്ന വാല്യൂന്റെ മൂന്നാമത് വരുന്ന വാല്യൂന്ന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ എക്സിന്റെ വാല്യൂ 10, പിന്നെ വിന്റെ വാല്യൂ 5. ആ 5ൽ നിന്ന് 1ന്റെ വാല്യൂ മൈനസ് ചെയ്തു. 5 മൈനസ് 1. അപ്പൊ എത്ര കിട്ടി? 10 പ്ലസ് 4 14. അടുത്തൊന്ന് നോക്കിയേ, x. രണ്ട് എക്സിന്റെ മിഡിലായിട്ട് ഐ വരുന്നു. അപ്പൊ എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂ 10. സാധാരണ നമ്മൾ പറയുമ്പോ എക്സിന്റെ വാല്യൂ 10. ഇനി വരുന്ന ഐയും എക്സും വരുമ്പോ ലാസ്റ്റ് വരുന്ന എക്സിന്റെ വാല്യൂയിൽ നിന്ന് ഐന്റെ വാല്യൂ നമ്മൾ മൈനസ് ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 10 പ്ലസ് 10 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 90. 10 പ്ലസ് 9 90. ഇനി CXIV സിന്റെ വാല്യൂ 100. നമുക്കറിയാം എക്സിന്റെ വാല്യൂ സിനെക്കാളും വാല്യൂ കുറവാണ് എക്സിന്, അല്ലെ? അപ്പൊ സെക്കൻഡ് റൂൾ പ്രകാരം സിന്റെ വാല്യൂ പ്ലസ് എക്സിന്റെ വാല്യൂ 100 പ്ലസ് 10. അത് കഴിഞ്ഞിട്ട് സ്മോളർ വാല്യൂ ഐ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് വി വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഐന്റെ വാല്യൂ വിന്റെ വാല്യൂ ഒന്ന് മൈനസ് ചെയ്യാം. അപ്പൊ 100 പ്ലസ് 10 പ്ലസ് 5 മൈനസ് 1 that is equal to 100 plus 10 plus 4 114. മനസ്സിലായോ? ഫോർത്ത് റൂൾ ഹെവന് മനസ്സിലായില്ലേ? മനസ്സിലാവാത്തോണ്ടാണോ? ഒന്നുകൂടി പറയണോ? മോനെ ഇതിപ്പോ 3 റൂൾസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായല്ലോ? 3 റൂൾസ് മനസ്സിലായല്ലോ? നാലാമത്തെ റൂള് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാ. ഇപ്പൊ ക്ലാസ്സിന്റെ ടൈം തീരാനായി. ഇനിയിപ്പോ പറയാനെന്നാൽ അത് തീരില്ല, അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. നാലാമത്തെ 5ാമത്തെ റൂള് അടുത്ത ക്ലാസ്സിൽ മിസ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ ഈ 3 റൂള് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചു വെക്കുക. നോട്ടിലേക്ക് റോമൻ ന്യൂമറൽസ് എഴുതിയിട്ട് ഈ 3 റൂൾസും അണ്ടർലൈൻ ചെയ്ത് വെച്ച റൂൾസും ആ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളും അതേപോലെ നോട്ടിൽ എഴുതി വെക്കാം. ഓക്കെ, ഇന്നത്തെ ഹോംവർക്ക് അതായിക്കോട്ടെ, നോട്ട് എഴുതുന്നതായിക്കോട്ടെ ഹോംവർക്ക്. ഓക്കെ, ബാക്കി 2 റൂൾസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.